അഷ്ടദിക്പാലകർ ഒരുപോലെ തൊഴുവുന്ന ഉഗ്രമൂർത്തിയായ ഏറ്റുമാനൂരപ്പൻ കേരളത്തിലെ അതിപ്രശസ്തമായതും പരശുരാമനാൽ സ്ഥാപിതമായ 108 ശിവാലയങ്ങളിലൊന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. പടിഞ്ഞാറോട്ട് ദർശനമായി വാണലുന്ന അഘോരമൂർത്തിയാണ് ഏറ്റുമാനൂരപ്പൻ. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് കത്തി നിൽക്കുന്ന ക്ഷേത്രവും ഏഴരപ്പൊന്നാനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളുന്ന ക്ഷേത്രവും ഇതുതന്നെയാണ്. അഘോരമൂർത്തിയായ ഭഗവാനാണ് ഏറ്റുമാനൂരപ്പൻ. ഐതിഹ്യമനുസരിച്ച് ഖരമഹർഷി തൻ്റെ സമർപ്പണത്തിനും ആത്മീയ വൈദിധ്യത്തിനും പേരുകേട്ട ഒരു മഹാനായ ഋഷിയായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിനൊരു ശാപം ബാധിച്ചു. അത് അദ്ദേഹത്തെ വിചിത്രമായ രൂപഭാവമുള്ള ഒരു അസുരനായി മാറ്റി. പുതുതായി കണ്ടെത്തിയ അസുര സ്വഭാവത്താൽ ക്ഷയിച്ച ഖരമഹർഷിയുടെ ശക്തികൾ ദുഷ്ടശക്തികളായി മാറി. അദ്ദേഹം കഠിനമായ തപസ് ചെയ്ത് ശിവന്റെ അനുഗ്രഹം തേടി. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പരിശ്രമത്തിനും പ്രാർത്ഥനയ്ക്കും മറുപടിയായി ശിവൻ അദ്ദേഹത്തിന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനൊരു വരം നൽകി. ശിവൻ നൽകിയ വരം ഖരമഹർഷിയെ അസുര സ്വഭാവത്തിൽ നിന്ന് ശുദ്ധീകരിച്ച് ഒരു ഋഷിയായി പുനഃസ്ഥാപിച്ചു. നന്ദിയാൽ മതിമറന്ന ഖരമഹർഷി തന്റെ മുൻകാല പാപങ്ങൾക്ക് പരിഹാരമായി ശിവനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം സ്ഥാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഖരമഹർഷിയുടെ ആഗ്രഹം ശിവൻ അനുഗ്രഹിക്കുകയും ഇപ്പോൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കാണാൻ കഴിയുന്ന ഭൂമിയിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തു. ഈ പുണ്യസ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ ഉത്തരവിട്ടു. ശിവഭക്തനായ ഖരമഹർഷി അങ്ങേയറ്റം ഭക്തിയോടും കൂടി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ചു. 8 ദിക്പാലകരും ഒരുപോലെ തൊഴുന്ന ഉഗ്രമൂർത്തിയാണ് ഏറ്റുമാനൂരപ്പൻ. ഏറ്റുമാനൂർ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഇവിടുത്തെ ഏഴരപ്പൊന്നാനയാണ്. പ്ലാവിൻ തടിയിൽ നിർമ്മിച്ച സ്വർണ്ണപ്പാളികളാൽ പൊതിഞ്ഞ പൂർണ്ണ രൂപത്തിലുള്ള പ്രതിമകളാണ് ഏഴരപ്പൊന്നാന. വലിയ ആനകൾക്ക് 2 അടിയും ചെറിയ ആനയ്ക്ക് 1 അടിയുമാണ് ഉയരം. ഏഴരപ്പൊന്നാനകൾ അഷ്ടദിഗ്ഗജങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഏഴരപ്പൊന്നാനയോടൊപ്പം തന്നെ പ്രശസ്തമാണ് ഇവിടുത്തെ വലിയ വിളക്കും. ഭഗവാൻ സ്വയം കൊളുത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന വിളക്ക് ഇതുവരെയും അണഞ്ഞിട്ടില്ല. രൗദ്രഭാവത്തിലുള്ള ശിവനാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തി, വൈകിട്ട് ശരഭമൂർത്തി, അത്താഴപൂജയ്ക്ക് ശിവശക്തി എന്നീ 3 ഭാവങ്ങളെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.